യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ ഇപ്പോൾ കൃത്യസമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്നതാണ് പാലക്കാട് നിന്നും നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ. ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണത്. ഒരാഴ്ച മുൻപാണ് മെമു ട്രയൽ റൺ നടത്തിയത്. മലബാർ കലാപത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് റെയിൽപാത നിർമ്മിക്കുന്നത്. നിലമ്പൂരിലും നീലഗിരിയിലൊക്കെയുള്ള തേക്കടക്കമുള്ള വനവിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകാനായിരുന്നു ഇത്. ആദ്യം അങ്ങാടിപ്പുറം വരെയും പിന്നീട് വാണിയമ്പലം വരെയും അതിനുശേഷം നിലമ്പൂരുമായിരുന്നു പാതയുടെ നിർമ്മാണം നടന്നിരുന്നത്. കൊച്ചുവേളി ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 0 घंटा 35 मिनट विलंब से चल रही है। आज ये गाड़ी ഇവിടെ നിന്നാണ് നിലമ്പൂർ പാതയിലേക്ക് കയറുന്നത്. ഇടതുവശത്ത് കാണുന്ന പാത കോഴിക്കോട് മംഗലാപുരം കൊങ്കൺ പാതയാണ്. ഈ പാതയിലെ ആദ്യത്തെ സ്റ്റേഷനാണിത്, വാടാനംകുറിശി. ഈ യാത്രക്കാരിൽ മിക്കവാറും അങ്ങാടിപ്പുറത്തേക്കുള്ളവരായിരിക്കും. മുൻപ് ഈ സ്റ്റേഷനിലും ധാരാളം മരങ്ങളുണ്ടായിരുന്നു. ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞതാണിപ്പോൾ. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ കുറഞ്ഞ സർവീസ് മാത്രമാണ് ഈ റൂട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോലും 7-8 സർവീസ് മാത്രമാണുള്ളത്. ഇനി എന്തായാലും കൂടുതൽ സർവീസിന് സാധ്യതയുണ്ട്. വല്ലപ്പുഴ സ്റ്റേഷനിൽ ഇനിയും മരങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. പുലിക്കൽ സ്റ്റേഷനിൽ ക്രോസിംഗ് ഗേറ്റ് സ്റ്റേഷനാക്കാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 14 കോടി രൂപയാണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷൻ വരുന്നതോടുകൂടി കുറച്ചും കൂടെ സമയം ലാഭിക്കാൻ കഴിയും. ഇത് തൂതപ്പുഴ. ഇലക്ട്രിഫിക്കേഷൻ കാരണം പൂർണ്ണമായിട്ടും മാറിപ്പോയ സ്റ്റേഷനിലാണ് ചെറുകര. ചെറുകര ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കാം. ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റേഷനാണ് ചെറുകര. എസ്പെഷ്യലി മൺസൂൺ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ടായിരിക്കും.
എൻ്റെ സുഹൃത്ത് നവാസ് എടുത്തൊരു ഫോട്ടോ, ഒന്നോ രണ്ടോ അതിലധികം ഫോട്ടോസും വീഡിയോസും ഭയങ്കര വൈറലാണ് ഈ സ്റ്റേഷനിൽ നിന്ന്. ചെറുകര സ്റ്റേഷനിൽ നിന്നുള്ള ഭയങ്കര മൺസൂൺ സമയത്തുള്ളത് ഭയങ്കര വൈറലാണ്. ആ ഫോട്ടോ ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഈ സ്റ്റേഷനാണത്. പക്ഷേ ഇത് സമ്പൂർണ്ണമായിട്ട് മാറിപ്പോയി. കംപ്ലീറ്റ് മരങ്ങളും നഷ്ടപ്പെട്ടു. ആ സ്റ്റേഷൻ്റെ മൊത്തം ഭംഗി തന്നെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജ് പോലും ഈ ചെറുകര സ്റ്റേഷനിൽ നിന്നുള്ളൊരു ചിത്രമാണ് കൊടുത്തിരുന്നത്. ശരിക്കും എന്താണ് ഈ റൂട്ടിലെ ഭംഗി എന്ന് വെച്ചാൽ സ്റ്റേഷനുകൾ മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ട വയലുകൾ, ചെറിയ ചെറിയ മരങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഇതെല്ലാം മൺസൂൺ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അതിൻ്റെ ഭംഗി, ആ യാത്രയുടെ ഭംഗി എന്തായാലും നഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാനിതുവരെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നും എനിക്ക് മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേഷനിൻ്റെ ഭംഗിയാണ് ആസ്വദിക്കാൻ വരുന്നതെങ്കിൽ ശരിയാണ്, ഈ ചെറുകര പോലുള്ള 1-2 സ്റ്റേഷനുകൾ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. അതല്ല, യാത്രയുടെ ഭംഗിയാണെങ്കിൽ സ്റ്റിൽ ഇന്നും മൺസൂൺ ആയിക്കഴിഞ്ഞാൽ ഈ റൂട്ട് അതിമനോഹരം തന്നെ ആയിരിക്കും കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ഇലക്ട്രിഫിക്കേഷൻ കഴിയുന്നതോടുകൂടി കൂടുതൽ ട്രെയിൻ വരുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ യാത്രാ ദുരിതം മാറുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഭംഗി വേണോ, യാത്രാ സൗകര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ യാത്രാ സൗകര്യങ്ങൾ വേണമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് കഴിഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ട്രെയിൻ ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ തന്നെയാണ്, പക്ഷേ AC കമ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പം മിക്കവാറും രാജറാണിയോ മറ്റോ ആയിരിക്കണം. അതോ ഇനി പുതിയ സർവീസ് ഏതെങ്കിലും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നിലമ്പൂരിൽ നിന്ന് മൈസൂരിലെ നഞ്ചൻകോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു പഠനം നടത്തുന്നുണ്ടായിരുന്നു. എന്തോ കാരണം കൊണ്ട് അവരത് ഉപേക്ഷിച്ചിട്ടുണ്ട്, പിന്നീട് അത് നടന്നില്ല. പക്ഷേ അതിൻ്റെ ചർച്ചകൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അത് സജീവമായിട്ട് സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്തൊരു യാത്രയായിരിക്കും, അടിപൊളി യാത്രയായിരിക്കും. പട്ടിക്കാട് സ്റ്റേഷനും പഴയ ഭംഗിയെ തന്നെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൺസൂൺ ആയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു വിൻറ്റേജ് ലൈഫ് സംഗതി കിട്ടുന്നുണ്ട് ഇവിടെ. ഈ റൂട്ടിൽ കുറച്ചധികം സ്റ്റേഷനുകളിൽ നമ്മുടെ പഴയ കട്ടിക്കള്ളാസ് ടിക്കറ്റ് ഉണ്ടല്ലോ, അതിപ്പോഴും റൺ ചെയ്യുന്നുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും 1 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സ്റ്റേഷനുകൾ പലതും റെയിൽവേനെ സംബന്ധിച്ച് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഏൽപ്പിക്കും. അവർക്കുള്ള ടിക്കറ്റുകളാണ് ശരിക്കും ഇങ്ങനെയുള്ള കട്ടിക്കള്ളാസുകൾ. മേലാറ്റൂർ സ്റ്റേഷനിലെ മരങ്ങളും ഏറെക്കുറെ എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നണം. അതെ, ഏറെക്കുറെ എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ മേലാറ്റൂർ സ്റ്റേഷനും ഒരു ഇടയിൽ കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. കോവിഡ് കാരണം ട്രെയിനൊന്നും ഓടാത്തത് കൊണ്ട് തന്നെ ഈ വാഗമരത്തിലെ പൂക്കളെല്ലാം കൂടെ ഈ ട്രാക്കിലും അതുപോലെ പ്ലാറ്റ്ഫോമിലും വീണിട്ട് ആ ചിത്രം ഭയങ്കര വൈറലായിരുന്നു. ആരും എടുത്തിട്ട് ചിത്രമാണ്, ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെനിക്ക് തോന്നുന്നു റെയിൽവേ മിനിസ്റ്റർ പോലും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സബ്സ്റ്റേഷനിൽ നിന്നാണ് ഈ റെയിൽവേ റൂട്ടിലേക്കുള്ള പിന്നെ പവറെല്ലാം പോകുന്നെന്ന് തോന്നുന്നു. തൂർ സ്റ്റേഷൻ വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഈ സ്റ്റേഷനിലേക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്റ്റേഷനാണിത്. നല്ല രസമുള്ള സ്റ്റേഷനായിരുന്നു.
യഥാർത്ഥത്തിൽ ഈ മരങ്ങളൊന്നും തനിയെ ഉണ്ടായതല്ല. 1980-കളിൽ കേന്ദ്ര സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ഇൻസ്പെക്ടർ അയ്യപ്പൻ കറുത്ത ഇത് 6 വർഷത്തെ സമയം എടുത്തിട്ട് വെച്ച് പിടിച്ച മരങ്ങളാണിത്. അതിനുശേഷം ലോക്കോ പൈലറ്റുമാർ കാഴ്ചയുടെ പ്രശ്നം ഈ മരങ്ങൾ കാരണം കാഴ്ച മറയുന്നു എന്നുള്ളൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊടിയപ്പുലം സ്റ്റേഷൻ, ഈ സ്റ്റേഷനിൽ മുമ്പ് കട്ടിക്കള്ളാസ് ടിക്കറ്റ് ആയിരുന്നു. അതുപോലെ അതായത് ലീസിന് കൊടുത്തിരിക്കുകയായിരുന്നു, നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു ഈ സ്റ്റേഷൻ, റെയിൽവേക്ക് നഷ്ടത്തിലായതുകൊണ്ട്. ഇതാണ് വാണിയമ്പലം പാറ. ഈ പാറയുടെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ഈ പാറ തുളച്ചിട്ടായിരുന്നു ശരിക്കും ട്രാക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളത്തിലടിയിലാവുമെന്നതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനൊരു ചെറിയൊരു ഡീവിയേഷൻ വരുന്നത്. നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ശരിക്കും ആദ്യത്തെ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ പഴയ സ്റ്റേഷൻ്റെ ചിത്രം കിട്ടുമായിരിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ ഒറ്റ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ ഭാഗത്തായിരുന്നു. പിന്നീടാണ് നിരന്തരമായ ശ്രമങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് ഒരു ട്രാക്ക് മാറി വരുന്നത്. ഈ ട്രെയിനിൽ കണക്കാക്കിയിട്ട്